കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വയനാട്ടിലെ ദുരിതം അത് ഒരുപാട് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതാകും. എനിക്ക് 3-4 ദിവസം ഉറക്കം പോലും ഇല്ലായിരുന്നു, തലയ്ക്കകത്ത് വേദന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഫോൺ എടുക്കുമ്പോൾ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ ഇട്ട് തരുന്നതും ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നതും എല്ലാം കണ്ടാകെ ഒരുതാണ് വന്തിപ്പം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മയും ആദ്യക്കുട്ടി എല്ലാം പറഞ്ഞു വീഡിയോകൾ കാണല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാണാം, വേറെ എന്തെങ്കിലും ചെയ്യാം, മൈൻഡ് മാറിയിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് നമ്മുടെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമല്ല. അത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു സംഭവമാണ്. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് അത് കിട്ടിയത്. അപ്പം അത് കാരണം മൈൻഡൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഹാപ്പി ആക്കാൻ ഞാൻ നോക്കുവാണ്. അപ്പം നമുക്കിതെന്താ സാധനമൊന്നും കാണണ്ടേ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒന്നും വലിയ അത്ഭുതമൊന്നും കാണുകയില്ല. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. ഈ വർഷം അല്ലാതെ നമുക്ക് 3-4 വർഷമല്ലേ ഞങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കിട്ടി. അപ്പോൾ നമുക്ക് തന്നതിൻ്റെ ഒരു പങ്ക്. അപ്പോൾ ഇതാണ് സംഭവം, കൂണ്. അപ്പം ഞങ്ങളിത് കറി വെക്കാൻ പോവുകയാണ്. ആദ്യക്കുട്ട സ്കൂളിൽ പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കഴിയും എല്ലാവരും വന്ന് ചോദിക്കും ആദ്യക്കുട്ടൻ എന്തെന്ന്. ആദ്യക്കുട്ട സ്കൂളിൽ പോയി. അപ്പോൾ ആദ്യക്കുട്ടനെ അറിഞ്ഞിട്ടില്ല. ആദ്യക്കുട്ടൻ വരുമ്പോൾ ഒരു സസ്പെൻസ് ആയിട്ട് കൊടുക്കണം. അപ്പം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം. തുടങ്ങും. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇനി എടുക്കാം. വൃത്തിയാക്കി എടുത്തിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കാണിക്കാം. അമ്മയുടെ അടുത്തിരിപ്പുണ്ട്. അമ്മ ഉള്ളി പൊളിക്കുന്നു, ഞാനിത് ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നു. രണ്ടുപേരും കൂടെ പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ല വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വരുന്നുണ്ട്, നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാനായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വൃത്തിയാക്കി എടുത്താലോ, പോകാം വീഡിയോയിലേക്ക്. വാ. ഇത് നമുക്ക് കിട്ടിയ കൂണ്. ഇത് എന്ത് കൂണാണെന്നൊന്നും അറിയത്തൊന്നുമില്ല, നല്ല കൂണാണെന്നറിയാം. അപ്പം കൊണ്ടു തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നെ ഫോൺ വിളിച്ചു, അവിടെ നിന്നാൽ വിളിച്ചിട്ട് കേട്ടില്ല. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നീ കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാന്ന് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം ഇതാണ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നിങ്ങനെ ഈ മണ്ണുള്ള ഭാഗം നമ്മളിങ്ങനെ മുറിച്ച് കളയാം. നല്ല കട്ടിയുള്ള കേട്ടോ, ഈ മറ്റേതുപോലല്ല. എന്നിട്ട് ഇതിൻ്റെയൊക്കെ തൊലിയുണ്ട്, അത് തൊലിയെല്ലാം നമ്മൾ മുറിച്ച് വൃത്തിയാക്കിയത് ഇങ്ങനെ പൊളിച്ചെടുക്കണം. പോകാത്തടമൊക്കെ ഇങ്ങനെ നമ്മൾ ചെത്തി കണ്ടോ, ഇങ്ങനെ വിരിച്ചെടുക്കും. കണ്ടോ, ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കും. എന്നെ വിറയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചോറ് കഴിച്ചില്ല, അതുകൊണ്ട് തോന്നുന്നുണ്ടോ, ചോറ് കഴിക്കാൻ സമയമായി, വിശന്നില്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. കേട്ടോ, ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കും. കേട്ടോ, ഇങ്ങോട്ട് നോക്കിയാൽ മതി, വിറയ്ക്കുമോ നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവേ. കറി വെച്ചിട്ട് ചോറുണ്ടോ, ഇത് കണ്ടുകൊണ്ട് ഇത് കറി വെച്ചേ ഇന്ന് ചോറുണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മിക്കവാറും കറി വെക്കുന്ന മുമ്പ് ചോറിനിട്ട് വരുന്നത് ശരിക്കും വിറയ്ക്കുന്നില്ല. നമുക്കിതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുക്കാം. ഒത്തിരി പേര് ഇതൊക്കെ ഇടുന്ന കാണുമ്പോൾ ശരിക്കും എനിക്ക് കൊതി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നത് അത്ര കൊള്ളത്തില്ല, ഈ ഉണ്ട പോലത്തെയൊക്കെയാണ്. ഒരു പ്രാവശ്യം നമ്മൾ നെടുങ്കണ്ടം പോയപ്പം മേടിച്ചുകൊണ്ട് വന്നു, പക്ഷെ അത് കറി വെച്ചിട്ട് ഒരു രുചിയില്ലായിരുന്നു. ആദ്യക്കൂടെ ചോദിച്ചു എന്തിനാ കാഴ്ച കളഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ പറമ്പിൽ 2 ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല, ഭയങ്കര മഴയല്ലായിരുന്നു. അതുകൊണ്ട് ആരും പറമ്പിലോട്ട് അങ്ങനെ കയറിപ്പോയില്ല, അത് കാണാത്തതുകൊണ്ട് അത് ചീത്തയായി പോയി. അപ്പം പിന്നെ ഒരു പ്രാവശ്യം ആദ്യക്കൂട്ടിനെ എവിടുന്ന കുറേ കൂണ് പിടിച്ചുകൊണ്ടുവന്നു. അവനെ അറിയത്തില്ല നല്ല കൂണും ചീത്തക്കൂണും. അത് പിന്നെ ചീത്തക്കൂണായതുകൊണ്ട് കൊണ്ട് കളഞ്ഞു. ഞാനേ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരുന്നാലേ ഇത് തീരെയല്ല. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇത് വൃത്തിയാക്കി എടുക്കട്ടെ. എല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ, ഞാൻ കാണിച്ചു തരാവേ. ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി അപ്പോൾ എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി നമ്മൾ അരിപ്പ വെച്ചേക്കുക, വെള്ളമൊക്കെ തോരട്ടെന്ന് ഓർത്തേ. ഇനി നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി കുറച്ചെടുത്തു, പിന്നെ സബോളയും കുറച്ചെടുത്തു, പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ, ഇഞ്ചിൻ്റെ അകത്ത് അമ്മ അരിഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്, അതുകൊണ്ടോ. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അപ്പം നമ്മുടെ കരിയാപ്പില. ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഇറച്ചിക്കറി എങ്ങനെ വെക്കുന്നോ, ചിക്കൻ കറി എങ്ങനെ വെക്കുന്നോ അതേപോലെയാണ് ഈ കറി വെക്കുന്നത്. വറുത്തരച്ച് വെക്കുന്നവർക്ക് വറുത്തരച്ച് വെക്കാം, പക്ഷേ ഞങ്ങൾക്ക് വറുത്തരച്ച് വെക്കുന്നതിനോട് അത്ര ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കാമെന്ന് വെച്ചു. നമ്മളിതാ പാൻ വെച്ചിട്ടുണ്ട്, പാൻ നല്ലതുപോലെ ചൂടാകട്ടെ. ഞങ്ങൾ ഓർത്ത് ആദ്യക്കൂട്ടം വരുമ്പോൾ സസ്പെൻസ് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ നമ്മളിത് റെഡിയാക്കിയപ്പോൾ ആദ്യക്കൂട്ടം സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ ഓർത്ത് നോക്കിയ സമയം ഞാൻ അതിൽ കൃത്യം 3:30 ആകുമ്പം വരും. അപ്പം നടന്നിങ്ങോട്ട് ഓടി സ്കൂളിൽ വിടുന്നത് നമുക്ക് കേൾക്കാൻ വിടുന്നത് ദേശീയഗാനം ചൊല്ലുന്നത്. അപ്പോഴും തന്നെ ആദ്യക്കൂട്ടം വരികയും ചെയ്യും. ഞങ്ങൾ ചോറുണ്ടിട്ടില്ല. എന്നിട്ടും ഇത് കണ്ടു കഴിഞ്ഞപ്പം വിശപ്പൊന്നും തോന്നിയില്ല. ഇതിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശപ്പാവുള്ളൂ. നല്ലതായിട്ട് ചൂടായി വിട്ടെ.
അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. എണ്ണ നല്ലതായിട്ട് ഇനി ചൂടായി വരട്ടെ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. നമുക്ക് തീ കുറച്ചിടാം. അതേ കരിയാപ്പില ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി നമ്മൾ ഉള്ളിയുടെ കൂടെ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി സബോള ഇട്ട് കൊടുക്കാം. ഇട്ടു സബോളയും ചെറിയ ഉള്ളി ഇഞ്ചിയുണ്ട് അതിനകത്ത്. നമുക്കിതൊക്കെ നല്ലതുപോലെ വെക്കാം. ഇനി ഉപ്പും കൂടെ വേണം. ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കൊള്ളുവോന്നറിയത്തില്ല ഇതിൻ്റെ അകത്തല്ലേ. അത് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി ചാറ് വരുമ്പോൾ ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴട്ടിയെടുക്കാവേ. നമ്മുടെ നല്ലതായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് മുക്കാൽ വേവായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കൂണും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ എന്നിട്ട് നല്ലതുപോലെ വെക്കാം. ഇട്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. കൂണൊക്കെ ആയാലും നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതലിടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചാൽ മതി. വെള്ളമൊന്നും വേണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. നമുക്ക് മസാല സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് വെന്തൊക്കെ വരട്ടെ. നമുക്ക് നല്ലതായിട്ട് അടച്ചു വെക്കാം. നമ്മുടെ കറി ചേർക്കാനുള്ള മസാല നമുക്ക് സെപ്പറേറ്റ് ചൂടാക്കാം. നമ്മൾ ഇതേ കൊള്ളത്തില്ലാത്തതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ കറിക്ക് ശരിയാക്കിയ പാത്രത്തിൽ തന്നെ വറുക്കുവാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കും പാത്രം കഴുകാതെ എടുത്താണോ എന്ന്. അതുകൊണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് മീറ്റി മസാല അല്ലെ ഇറച്ചി മസാല, അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇത് നല്ല ചൂടാക്കിയെടുക്കണം. നല്ലതായിട്ട് മൂത്ത് വരും. ഇതിൻ്റെ അകത്താകുമ്പോൾ നല്ല നമ്മൾ വറുത്തരച്ച കറി പോലെ വരും ഇങ്ങനെ സെപ്പറേറ്റ് ചൂടാക്കുമ്പോൾ. അതിന് വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ചൂടാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് പകുതി ഒരു ഇതായിട്ട് വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ചൂടാക്കണം. അപ്പോഴത്തേന് ഇത് നമുക്ക് സ്മെല്ല് വന്ന് നമുക്ക് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലടിക്കുമ്പോൾ ചുമയ്ക്കുവോ അങ്ങനെയൊന്നുമില്ല. ഇത് നല്ലതായിട്ട് മൂത്ത് വരികയും ചെയ്യും. ഇച്ചിരി വെള്ളം ഒഴിച്ചുണ്ടോ നല്ലതായിട്ട് കറുത്ത അടിപൊളിയായിട്ട് വരും. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കൂണ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കിയൊക്കെ നോക്കാം. നല്ല വെന്തിട്ടൊക്കെയുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് ചൂടാക്കി കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റേ പോകും. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ എല്ലാ കറിക്കും പച്ചവെള്ളം പിന്നെ ഒഴിക്കുകയില്ല, തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയുള്ളൂ. പിന്നെ നമ്മളത് കഴിഞ്ഞ് ഗരം മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇനി ഇത് മൂടി വെച്ച് നമ്മൾ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വരും. നമുക്ക് നോക്കാം. ഇനി അടച്ചൊക്കെ വെക്കണം. ഇതിൻ്റെ അത് ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇനിയുമാണ് കറി നോക്കേണ്ടത്. അതിന് ഉപ്പ് കുറവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണേ. അപ്പം നമ്മളിത് എടുത്തോടെ വന്നപ്പോഴത്തേന് ഒരൊച്ചയൊക്കെ കേട്ടോണ്ട് ഞാൻ വോയിസ് ഇട്ടത് ശരിയായില്ല. അപ്പം പിന്നെ രണ്ടാമത് കൊടുത്തു. അപ്പോൾ അതാണ്. പിന്നെ ഇത് കറി നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെച്ചാൽ സൂപ്പറാണ്. നമ്മൾ മിക്കവാറും വെക്കാറുണ്ട്. അപ്പം കണ്ടോണേ കണ്ടോ. നമ്മൾ തുറന്നൊക്കെ നോക്കിക്കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാൻ പോകാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയല്ലേ അരിക്കുട്ടാ? കൂട്ടി നോക്കിയിട്ട് പറയാം. നമുക്ക് അരിക്കുട്ടിന് കറി കൊടുക്കാം. അരിക്കുട്ടൻ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങൾ അരിക്കുട്ടിന് സ്കൂൾ വിട്ട് വരട്ടണം. ഇനി നമുക്ക് ഈ കറി ഇതെന്നാ കറിയാണെന്നോ? പരിപ്പും നമ്മുടെ സാമ്പാർ ചീരയും കൂടെ ചാറ് വെക്കുന്ന
ഈ കൂണുകറി ഉണ്ട് അത് മാത്രം മതി, ഇതുണ്ട് അത് മാത്രം മതി. ആരും കൂടെ ഇത് മാത്രം, ഇത് നമ്മൾ ഇന്നലെ വെച്ചതാണ്. ഇന്ന് നമ്മൾ കൂണ് കറി മാത്രമേ വെച്ചുള്ളൂ. നല്ല മീൻ വറുത്തം ഉണ്ടായിരുന്നു. നമ്മളിന്ന് കൂണ് കിട്ടിയില്ലായിരുന്നു, നമ്മൾ ഇത് രണ്ടും കഴിച്ചാണ്. അപ്പോൾ നമുക്ക് കൂണ് കിട്ടിയാണ് നമ്മൾ കൂണ് കറി വെച്ച്. എങ്ങനെ നോക്കി കൂണ് കറിയുടെ ഇവിടെ ഇട്ട് ഇളക്കി തിന്നിട്ട് പറ. ഇന്നും കൂടെ തിന്നെ, ഞങ്ങൾ കണ്ടില്ലല്ലോ വർത്താനം പറഞ്ഞു. കറിയും കൂട്ടി നോക്കുക, എന്നിട്ട് ചോറിൻ്റെ അതിട്ട് ഇളക്കി തിന്നോക്കാം. ഇളക്കടാ, നീ ചൂടുണ്ടാവും. വെച്ചിട്ട് നീക്കി വെക്കാം, അങ്ങോട്ട് ഇളക്കാം. ചോറിന് ചൂടുണ്ടോ? കറിക്ക് ചൂടുണ്ട്. അതിൻ്റെ കൈ നോക്കി. ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു, സ്കൂളിൽ വോട്ടൊക്കെ ചെയ്ത് അതിട്ട്. പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തുണ്ട്, സൂപ്പർ ആട്ടോ. ഇഷ്ടപ്പെട്ടോ? എല്ലാരും വീഡിയോ ഉണ്ടല്ലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. അപ്പൊ ഇനി നല്ല കിണ്ണം കച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.